ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്ത് കുട്ടികളെ, കൊറിയൻ ഡ്രാമകളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ഇന്നൊരു കൊറിയൻ ഫൺ മൂവിയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളെയും ബുള്ളി ചെയ്യുന്ന കുറച്ച് റൗഡി പിള്ളേരുണ്ട്. അതിൽ മെയിൻ ഒരു പുള്ളിയുണ്ട്. അവന് സ്കൂളിലെ ടീച്ചർമാർക്ക് വരെ പേടിയാ. കാരണം അവന്റെ ഡാഡി ഈ സ്കൂൾ മാനേജ്മെന്റിലെ ഒരു പ്രധാനപ്പെട്ട ആളാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സ്കൂളിലേക്ക് ഒരു സുന്ദരിയായ ടീച്ചർ ടെമ്പററി ടീച്ചിങ് ജോബ് വേക്കൻസിയിൽ അകത്തേക്ക് വരുന്നു. ആ ടീച്ചർ ഈ പിള്ളേര് വെറുതെ വിടോ, അവരെയും ബുള്ളി ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അവരറിയാത്തൊരു രഹസ്യമുണ്ട്. ഈ ടീച്ചർ പഴയൊരു ടേക്വോണ്ടോ ചാമ്പ്യനാണ്. അതായത് കരാട്ടെ പോലൊരു മാർഷ്യൽ ആർട്സിന്റെ ചാമ്പ്യനായിരുന്നു. ഇനി അവിടെ നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളാണ് വളരെ രസകരമായ രീതിയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. 2023 റിലീസ് ചെയ്ത ബ്രേവ് സിറ്റിസൺ എന്ന സൗത്ത് കൊറിയൻ കോമഡി ആക്ഷൻ മൂവിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. എന്നാ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ വളരെ ഭംഗിയുള്ള വലിയൊരു സ്കൂൾ. അവിടെ എല്ലാ കുട്ടികളും ഹാപ്പിയാണ്. എന്നാൽ പുറം ലോകം അറിയാത്ത ചില രഹസ്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അതിന് കാരണക്കാരനായ പയ്യനാണ് ഈ പൈസക്കാര കാറിൽ വന്ന് ഇറങ്ങിയിരിക്കുന്നത്. അവൻ എല്ലാ കുട്ടികൾക്കും പേടിയാ. കൂടെ 4-5 ആമ്പിള്ളേരെയും 2 പെൺകുട്ടികളെയും ചേർത്ത് സ്കൂളിൽ തോന്നിയ പിള്ളേരെ എല്ലാം ഇവര് ബുള്ളി ചെയ്യും. റാഗിങ് എന്ന് പറഞ്ഞാൽ മൃഗീയമായ റാഗിങ്. ഒരു തെളിവും ബാക്കി വെക്കില്ല. കംപ്ലൈന്റ് ചെയ്യാനും പിള്ളേർക്ക് ഭയങ്കര പേടിയാ. ഇപ്പൊ അവരെ കയ്യിൽ ഇരയായ ഒരു പാവം പയ്യൻ കിട്ടിയിട്ടുണ്ട്. അവനെ പെൺകുട്ടിയെ കൊണ്ട് തല്ലിച്ച് അവനെ തല്ലുന്നത് സ്കൂൾ മൈക്കിലൂടെ എല്ലാ ടീച്ചർമാരെയും സ്റ്റുഡൻസിനെയും കേൾപ്പിച്ചു കൊടുത്ത് ഇവൻ പേടിപ്പിക്കും. ആരും ഒരു അക്ഷരം മിണ്ടില്ല. എല്ലാവർക്കും പേടിയാണ് അവനെ. ടീച്ചർമാരെതിർത്താലോ അവർ ഈ സ്കൂളിൽ നിന്ന് പുറത്താക്കും. അതുകൊണ്ട് അവരും ഒന്നും മിണ്ടുന്നില്ല. എല്ലാം സഹിച്ച് പുറത്തിരിക്കുകയാണ് ആൾക്കാർ. അപ്പോഴാണ് ഇതൊന്നും അറിയാതെ ഒരു സുന്ദരി പെണ്ണ് ഈ സ്കൂളിലേക്ക് ടെമ്പററി ടീച്ചറായിട്ട് വരുന്നത്. മിസ് സോ മിസ് വന്ന പാടെ തന്നെ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റും. അന്യോഹസേയോ കംസാമിതാ എല്ലാവരെയും ഓടിച്ചാടി സഹായിക്കുന്നുണ്ട് മിസ്. ഇതിലവിടുത്തെ ഡീനാണെങ്കിൽ മിസ്സിന് അനാവശ്യമായിട്ട് കമന്റ് അടിക്കുമെങ്കിലും അതിനയാളെ ചീത്തയൊന്നും പറയാതെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെ മിസ് പെരുമാറുന്നുണ്ട്. അവൾക്ക് ഈ ജോലി വളരെ പ്രധാനം. അതുകൊണ്ട് ആരോടും ഒരു കുഴപ്പമുണ്ടാക്കില്ല. എല്ലാവരോടും നല്ല കുട്ടി, നല്ല പാവമായിട്ടുള്ള കുട്ടിയായിട്ടാണ് പെരുമാറുക. പക്ഷെ യഥാർത്ഥ സ്വഭാവം ആർക്കും അറിയില്ല. ഈ ഡീനിനോടുള്ള ദേഷ്യമെല്ലാം ബാത്റൂമിൽ കയറി തന്റെ ബോയ് ഫ്രണ്ടിനെ തെറി വിളിച്ചിട്ടായിരിക്കും അവൾ തീർക്കുക. ആ പാവ എവിടെയോ ട്രാഫിക്കിൽ കിടന്ന് പാടുപെടുമായിരിക്കും. അവനെ ചീത്ത പറഞ്ഞിട്ടായിരിക്കും ഈ ഡീനിനോടുള്ള ദേഷ്യം തീർക്കും. എല്ലാം അനുഭവിക്കാൻ ഓരോ കാമുകന്മാരുണ്ടാവും. ഭാഗ്യം. ഇങ്ങനെ നമ്മുടെ മിസ് ബാത്റൂമിലിരിക്കുമ്പോഴാണ് മൂത്ത മിസ്സും മറ്റൊരു ടീച്ചറും ഈ ബാത്റൂമിലേക്ക് തന്നെ വരുന്നത്. അവർക്ക് മിസ് അകത്തുള്ള കാര്യം അറിയില്ല. അപ്പൊ ഈ ചെറിയ മിസ് മൂത്ത മിസ്സിനോട് പറയാണ്, ടീച്ചർ നിങ്ങൾ മിസ്സോനോട് നമ്മുടെ പഴയ മിസ്സിന്റെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അവരതറിഞ്ഞാൽ കുഴപ്പമല്ലേ? അപ്പൊ മൂത്ത മിസ് പറയും, മിസ്സോ വളരെ പാവാണ്, ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പേടിച്ചു. നമുക്കൊരു മിസ് ഉണ്ടായിരുന്നു, അവർ ആത്മഹത്യ ചെയ്ത് ചെയറി ഇരുന്നിട്ടാണ് ഇവരിപ്പോ ക്ലാസ് എടുക്കുന്നതെന്നെങ്ങാനും അവരറിഞ്ഞു കഴിഞ്ഞാൽ അവര് പേടിച്ചു പോവില്ലേ? അതൊന്നും ഇപ്പൊ പറയണ്ട, അവര് സമാധാനമായിട്ട് ഇരുന്നോട്ടെ എന്ന് പറയും മൂത്ത മിസ്. ഇത് കേട്ടുടനെ നമ്മുടെ പെണ്ണ് ഫോൺ എടുത്ത് സെർച്ച് ചെയ്ത് നോക്കുക, ഈ സ്കൂളിലെ പഴയ മിസ്സിന് എന്താ സംഭവിച്ചതെന്ന്. നോക്കുമ്പോൾ പഴയ മിസ് ക്ലാസ് റൂമിൽ വെച്ച് ആത്മഹത്യ ചെയ്തതായിരുന്നു. എന്താണ് റീസൺ എന്നറിയില്ല. എന്നാൽ ഒരു കേൾവി അവര് ബുള്ളി ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ സത്യം പുറത്തു വന്നിട്ടില്ല. ആ മിസ് മരിച്ചതുകൊണ്ടാണ് ടെമ്പററി ആയിട്ട് നമ്മുടെ പെണ്ണിനെ ജോലിക്കെടുത്തിട്ടുള്ളത്. ഇതറിഞ്ഞ് അവള് ഞെട്ടി നിൽക്കുമ്പം മൂത്ത മിസ് നമ്മുടെ മിസ്സോയെ വിളിക്കും. അവര് ബാത്റൂമിനകത്താണല്ലോ ഉള്ളത്. പെട്ടെന്ന് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. ഈ ടീച്ചർ, മിസ് നിങ്ങൾ ബാത്റൂമിനകത്ത് ഉണ്ടായിരുന്നോ എന്ന് ചോദിക്കും. നമ്മുടെ പെണ്ണ് ചിരിച്ചു കാണിച്ചിട്ട് മെല്ലെ പുറത്തിറങ്ങി വന്ന്, ഹലോ മിസ് നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? ഞാൻ അറിഞ്ഞില്ല, ഞാൻ ചെവിയിൽ പാട്ട് വെച്ച് കേൾക്കുകയായിരുന്നു, ഇവിടെ സംഭവിക്കുന്ന ഒന്നും അറിഞ്ഞിട്ടില്ല, നിങ്ങൾ എപ്പോഴാ വന്നേന്ന് പോലും ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ് അഭിനയിച്ചു കാണിക്കും. അത് കഴിഞ്ഞ് ഇവർ ക്ലാസ് റൂമിൽ പോകുന്ന സമയത്ത് നമ്മുടെ മൂത്ത ടീച്ചർ മിസ്സോനെ വിളിച്ച്, എനിക്ക് നിങ്ങളോടൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്, ഒരു വാണിംഗ് തരാനുണ്ട്, അത് പാലിച്ചാൽ മാത്രമേ ഈ സ്കൂളിൽ സർവൈവ് ആകാൻ പറ്റുള്ളൂ, വരൂ പറയാന്ന് പറഞ്ഞ് തനിച്ചൊരു മുറി വിളിച്ചുകൊണ്ട് പോയി ചില വീഡിയോസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അതിൽ കുറച്ച് പിള്ളേര് പാവപ്പെട്ട ഒരു അമ്മൂമ്മ, തെരുവ് കച്ചവടം ചെയ്യുന്ന അമ്മൂമ്മനെ ശല്യം ചെയ്ത് ഉപദ്രവിക്കുന്നുണ്ട്. അതിലെ പ്രധാനി ഹൻസു എന്ന് പറഞ്ഞ ചെറുക്കനാ. ഈ അമ്മൂമ്മ കേസൊക്കെ കൊടുത്തു. പക്ഷെ ഒരു കാര്യമില്ല. കാരണം ആ പയ്യന് വലിയ പിടിപാടാ. കേസ് അന്വേഷിക്കാൻ പോലും പോലീസുകാർ തയ്യാറില്ല. ഈ ചെറുക്കൻ മൈനറല്ല, തോറ്റ് ഒരുപാട് പ്രായമുണ്ട്. അവൻ എല്ലാവരെയും ക്രൂരമായിട്ട് ഉപദ്രവിക്കും. അപ്പൊ നമ്മുടെ ടീച്ചർ ചോദിക്കും, അവൻ ടീച്ചർമാരെ ഉപദ്രവിക്കുമെന്ന്. മൂത്ത മിസ് പറയാണ്, അവൻ ടീച്ചർമാരെ ഉപദ്രവിക്കോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട, നീ ഇപ്പൊ ടെമ്പററി ആയിട്ട് വന്നിട്ടല്ലേ ഉള്ളൂ, ഇവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളും ചെവിക്കൊള്ളാൻ പാടില്ല. കണ്ണടച്ച് ചെവി കേൾക്കാത്ത പോലെ നടക്കുകയാണെങ്കിൽ മാത്രം നിനക്ക് പെർമനന്റ് ജോലി കിട്ടും. ഞാൻ പറയുന്ന എന്റെ മോള് ശ്രദ്ധിച്ച് അതനുസരിക്കുകയാണെങ്കിൽ നമുക്കൊരു കഷ്ടപ്പാടില്ലാതെ മുന്നോട്ട് പോവാം,
മനസ്സിലായല്ലോ? ഒന്നും ചെയ്തേക്കരുത്, ആരെയും എതിർക്കരുത് എന്ന് പറഞ്ഞ് മൂത്ത മിസ് നമ്മുടെ മിസ്സിന് താക്കീത് കൊടുത്ത് വിടും. ഇവള് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴാണ് മിസ്സോ സാധാരണക്കാരിയല്ല, പഴയ ഒരു ചാമ്പ്യനാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. ഇടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ഒരു പോലീസുകാരൻ ബോയ് ഫ്രണ്ടും ഉണ്ട്. അവൻ വീട്ടിലേക്ക് വന്ന ഉടനെ അവനെ തല്ലിയിട്ടാണ് അക്ക ടൈം പാസ് ചെയ്യുന്നത്, ലവ് മേക്കിംഗ്. അപ്പോൾ ബോയ് ഫ്രണ്ട് ചോദിക്കുന്നുണ്ട്, നീ വലിയ ടേക്വോഡോ ചാമ്പ്യൻ ആയിരുന്നല്ലോ, പിന്നെ എന്തിനാണ് ആ മാർഷ്യൽ ആർട്സ് വിട്ടത്? എന്നിട്ട് ഇപ്പോൾ ടീച്ചർ ജോലി ചെയ്യുന്നു, നിന്റെ അച്ഛൻ അത് ഒരുപാട് വിഷമല്ലേ? ഇത് കേട്ടിട്ട് ഹീറോയും പറയും, എൻ്റെ അച്ഛൻ എന്തുണ്ടായിട്ട് എന്താ കാര്യം, അങ്ങേര് ബ്രേവ് സിറ്റിസണുള്ള അവാർഡ് വരെ വാങ്ങിച്ചിട്ടുണ്ട്, എന്നിട്ടൊരു വീട് വെക്കാനോ കടങ്ങൾ വീട്ടാനോ ഉള്ള പണം ഉണ്ടാക്കിയിട്ടില്ല. ഇപ്പം ഇതാ ചിക്കൻ ഡെലിവറി നടത്തി അന്നന്നത്തെ കൂലിക്ക് വേണ്ടി ഓടി നടന്ന് ജീവിതത്തിൽ പാടുപെടുന്നു. അങ്ങേരെ അഡ്വൈസ് എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാനായതുകൊണ്ട് ഈ കോർട്ടും പിന്നെ വീടും നിലനിൽക്കുന്നുണ്ട്. എനിക്ക് സമാധാനമായി ഒരു ടീച്ചർ ജോലി ചെയ്ത് ജീവിച്ചാൽ മതി, അതാണ് എനിക്ക് ചേർന്നത്, മറ്റൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇവള് തിരിച്ചു പോകാൻ നേരം അവിടെ കുറച്ച് മൃഗങ്ങളുടെ മുഖംമൂടികളൊക്കെ ഇരിക്കുന്നു കാണും. ഇതാരതാന്ന് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറയാണ്, ഹീറോയിന്റെ അച്ഛൻ ഇപ്പൊ കുറച്ച് പുതിയ കുട്ടികൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നുണ്ട്, ആ കുട്ടികൾ കൊണ്ടുവന്ന മുഖംമൂടികളാണ് ഇതൊക്കെ. അവക്കതിലൊരു പൂച്ചയുടെ മുഖംമൂടി ഒരുപാട് ഇഷ്ടപ്പെടും. ചുമ്മാ പെണ്ണ് വെച്ച് നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്വന്തം മുറിയിലേക്ക് പോകുന്ന വഴിയെ ഒരു മുത്തശ്ശിയെ കാണും. തെരുവോരത്ത് കച്ചവടം ചെയ്യുന്ന മുത്തശ്ശി. എല്ലാ ദിവസവും ഇവരവരെ കാണാറുണ്ട്. വൈകുന്നേരത്തെ സ്നാക്സ് വിൽക്കുന്ന മുത്തശ്ശിയാ. വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന് തെരുവിൽ കുറച്ച് വിൽക്കാറുണ്ട് അവര്. പക്ഷെ കടക്കാരും അവരെ കടയ്ക്ക് മുന്നിൽ വെച്ച് വിൽക്കാൻ സമ്മതിക്കില്ല, ഓടിച്ചു വിടുകയാണ് ചെയ്യുക. ഇതിടയ്ക്കിടെ നമ്മുടെ മിസ്സോയും കാണാറുണ്ട്. ഇന്നും പതിവ് പോലെ അവള് മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന്, മുത്തശ്ശി, എനിക്ക് നിങ്ങളുടെ കിംബാപ്പ് വളരെ ഇഷ്ടമാണ്, ഇന്ന് മുഴുവൻ കിംബാപ്പും എനിക്ക് വേണം, എനിക്ക് അത് മാത്രം കഴിച്ചാൽ മതി, തരൂന്ന് പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോകും. മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷാവും. ഇന്ന് നീ വന്നെല്ലാം വാങ്ങിച്ചല്ല മോളെ, ഞാൻ വിൽക്കാതെ കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ ഈ പെണ്ണ് വാങ്ങിച്ചിട്ട് പോകുന്നത് ഈ മുത്തശ്ശിയുടെ പേരക്കിടാവ് കാണുന്നുണ്ട്. അവന്റെ പേര് ഹങ്യോങ് എന്നാണ്. അവനെയാണ് സ്കൂളിൽ ആ ബുള്ളി ചെറുക്കൻ ഒരുപാട് ഉപദ്രവിക്കുന്നു. വീട്ടിലേക്ക് വന്ന ഹീറോയിൻ തന്റെ പഴയകാല ചാമ്പ്യൻഷിപ്പിനെ കുറിച്ച് ആലോചിക്കും. കൊറിയയിലെ ടോപ്പ് ചാമ്പ്യൻഷിപ്പിൽ അവൾ പങ്കെടുത്തിരുന്നു, പക്ഷെ തോറ്റുപോയി. അന്ന് അവളുടെ അച്ഛൻ അവൾ ഒരുപാട് ചീത്ത പറഞ്ഞ്, നീ എൻ്റെ മോളല്ല, നീ എനിക്ക് പിറന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം ആലോചിച്ച് അവൾ വിഷമിക്കും. പക്ഷെ ഇപ്പോൾ എങ്ങനെയെങ്കിലും ഒരു ഒഫീഷ്യൽ എംപ്ലോയി ആവണം എന്നുള്ളത് മാത്രമാണ് അവളുടെ കൽപ്പന. അതിനുവേണ്ടി അധ്വാനിക്കുക. അവൾ നല്ല രീതിയിൽ നല്ല ടീച്ചറാണെന്നുള്ള പേര് ആ സ്കൂളിൽ എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് കുറെ ചീത്ത പിള്ളേരുടെ വലിയും കുടിയൊക്കെ കാണും. അതിനെ എതിർത്താൽ പണിയാവുമെന്ന് മനസ്സിലാക്കിയിട്ട് ഞാനൊരു ഒഫീഷ്യൽ എംപ്ലോയി ആവട്ടെ, നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് പെറുപെറുത്തിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ് ചെയ്യുക. ഈ സമയത്ത് നമ്മുടെ ബുള്ളിച്ചെറുക്കനല്ലേ, അവന്റെ കൂട്ടുകാരൻ സ്കൂളിൽ ഒരു കോറിഡോർ ക്യാമറ മറച്ചു വെച്ചിട്ട് ഇവരെല്ലാം കൂടെ ചേർന്ന് ഹങ്യോങ് എന്ന് പറഞ്ഞ ആ പാവം ചെറുക്കനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അത് ആ വഴിയെ പോകുന്ന നമ്മുടെ മിസ് കാണുന്നുണ്ട്. ഈ റൗഡി ചെറുക്കനെ കാണുമ്പോൾ അവൾ ഒളിച്ചു നിൽക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇടപെടരുത് എന്നാണല്ലോ മൂത്ത ചേച്ചി പറഞ്ഞു കൊടുത്തത്. അതുകൊണ്ട് മിസ് മാറി നിൽക്കാണ്. അപ്പൊ ഈ ഹൻസോ എന്ന് പറയുന്ന പയ്യൻ, ആ റൗഡിച്ചക്കൻ, ഓടി വന്ന് ഹങ്യുവിനെ ആഞ്ഞൊരു ചവിട്ട്. പാവം പിള്ള കലങ്ങിപ്പോയി. ഈ ചവിട്ട് മാത്രമല്ല, അതിലും അവന് മതിയായിട്ടില്ല. വീണ്ടും അവൻ ചവിട്ടാൻ ശ്രമിക്കുമ്പോൾ മിസ്സിന് പൊറുക്കാൻ പറ്റാതെ അവര് കതകും തുറന്ന് അകത്തേക്ക് കയറും. അപ്പോഴാണ് അവളെപ്പോലെ തന്നെ ഒളിച്ചിരിക്കുന്ന മറ്റൊരു ചെറുക്കനെ കാണും. നീ എവിടുന്ന് വന്നടാ മരഭൂതമെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും, മിസ് അങ്ങോട്ട് പോവരുത്, ഹൻസു ഒരുപാട് ഡേഞ്ചറസ് ആണ്. ഈ സ്കൂളിന്റെ മാനേജ്മെന്റുമായിട്ട് അവർക്ക് നേരിട്ട് ബന്ധമുണ്ട്. മാത്രമല്ല അവന്റെ അച്ഛന് പ്രോസിക്യൂട്ടർ ഓഫീസിൽ പ്രധാനപ്പെട്ട റോളാ. അങ്കിളാണെങ്കിൽ പോലീസ് ബ്യൂറോയുടെ ഹെഡും അമ്മ ലോയറും. ഗവൺമെന്റിന്റെ മുഴുവൻ സപ്പോർട്ടുണ്ട്. അവനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ ഒരു ടീച്ചർ മരിക്കാൻ തന്നെ അവനാണ് കാരണം. മിസ് അങ്ങോട്ട് പോകരുത്, അവൻ കണ്ടു കഴിഞ്ഞാൽ കുഴപ്പമാവും, നമുക്ക് ആപത്താ. ഒന്നും കാണാത്ത പോലെ ഇരിക്കാന്ന് പറയുമ്പം ഇവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇപ്പൊ ഇവിടെ ആ റൗഡിച്ചക്കനാണെങ്കിൽ ഹങ്യോന്റെ അടുത്ത്, നീ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അനങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിന്റെ അമ്മൂമ്മേനെ കൊല്ലുന്നു പറഞ്ഞ് വീണ്ടും ഓടി വന്ന് ചവിട്ടാൻ നിൽക്കാം. അപ്പൊ നമ്മുടെ മിസ് സാധാരണ ഫോണിൽ സംസാരിച്ചിട്ട് പോകുന്ന പോലെ ഇവൻ ചവിട്ടുന്നതിന്റെ ഇടയിൽ കയറി അവന്റെ കാലിനിട്ട് നല്ലൊരു കിഴി കൊടുത്ത് മറുഭാഗത്തേക്ക് തെറിച്ചു വീഴും. അറിയാതെ വന്ന് ഇടയിൽ കയറിപ്പെട്ടതുപോലെ. എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റു, അയ്യോ എന്റെ കൈക്ക് അടി കിട്ടി. നിങ്ങളൊക്കെ ഇപ്പോഴും കോറിഡോറിൽ കളിച്ചോണ്ടിരിക്കുക, അവിടെ ക്ലാസ്സിന് സമയമായല്ലോ. ഹങ്യോ, നിന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു, ഇനി ഇവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കണ്ട, പെട്ടെന്ന് ക്ലാസ് റൂമിലേക്ക് ചെല്ല് എന്ന് പറഞ്ഞ് അവൻ അവിടുന്ന് പറഞ്ഞോടും. അത് കഴിഞ്ഞ് റൗഡി ചെക്കനോട്, മോൻ എന്തേലും പറ്റിയോ, ശ്രദ്ധിച്ചു വരണ്ടേ, അല്ലെങ്കിൽ ഇങ്ങനെ തട്ടി വീഴില്ലേ, എന്തായാലും സമയമായി ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഒന്നറിയാത്ത പോലെ പുള്ളിക്കാരി അവിടെ നിന്ന് നടന്നു പോവാണ്. നമ്മുടെ റൗഡി ചെക്കന് ദേഷ്യം വന്ന് അവൻ കൂട്ടുകാരോട് ചോദിക്കും, ഇതേതാ പെണ്ണെന്ന്. അവര് പറയും പുതിയതായിട്ട് വന്ന ടെമ്പററി ടീച്ചറാണെന്ന്. ഹൻസുവിന് അബദ്ധം പറ്റിയത് കണ്ടിട്ട് അവന്റെ കൂടെയുള്ള കൂട്ടുകാരി എന്നെ ചിരിക്കുന്നുണ്ടാവും. ഇവൻ തലക്കിട്ട് ഒരൊറ്റ അടി കൊടുക്കും. മേലി എന്നെ നോക്കി ആരും ചിരിക്കരുതെന്ന് പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു ടായ്ക്കൂഡോ ട്രെയിനറിനെ കാണിക്കുന്നു. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോയിന്റെ ഡാഡിയാണ്. പുള്ളിക്കാരൻ ഒരു KFC സെന്ററിലാണ് വർക്ക് ചെയ്യുന്നത്. പുള്ളിയും പുള്ളിയുടെ പഴയ കൂട്ടുകാരനും പിന്നെ നമ്മുടെ ഈ സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കനുണ്ട്, ഹീറോയിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ. ഇവരാണ് ആ KFC സെന്റർ നടത്തുന്നത്. ഇടയ്ക്ക് നമ്മുടെ അച്ഛൻ മാസ്റ്റർ ഈ ചെറുക്കന് ചെറുതായിട്ട് സ്റ്റണ്ടൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ പയ്യൻ ചോദിക്കും, നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റുഡന്റ് ആരാണെന്ന്. എനിക്ക് പണ്ടൊരു ഫേവറേറ്റ് സ്റ്റുഡന്റ് ഉണ്ടായിരുന്നു, ഒരുപാട് കഴിവുള്ള ആളാ. പക്ഷേ ആ സ്റ്റുഡന്റിന്റെ തന്ത ശരിയല്ല, അതുകൊണ്ട് അവർക്കൊരു ഫ്യൂച്ചർ ഉണ്ടായില്ല. എല്ലാം വിധിയാ.
പോട്ടെ, ഒരു യഥാർത്ഥ ഫൈറ്റർക്ക് കണ്ണിലാണ് ധൈര്യം കാണേണ്ടത്, ഞാനത് നിനക്ക് പഠിപ്പിച്ചു തരാം. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഡാഡിയുടെ കൂട്ടുകാരൻ പറയും, കണ്ണിലെ ധൈര്യത്തിനെ കുറിച്ചൊന്നും നീ പറയണ്ട, അവസാനത്തെ ഫൈറ്റ് ഞാൻ നിന്റെ മൂക്കിനിടിച്ചപ്പം നീ കരഞ്ഞത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, മിണ്ടാതെ ഡെലിവറി കൊണ്ടുപോയി കൊടുക്കടാന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ കളിയാക്കും. ഡാഡി ഡെലിവറി ആയിട്ട് പോകുന്നു. ഈ സമയത്ത് ഹങ്ങിയോ, നമ്മുടെ പാവപ്പെട്ട പയ്യൻ, അവൻ ഈ റൗഡി ചെക്കന്മാരുടെ പീഡനം കാരണം പലപ്പോഴും ആത്മഹത്യ ചെയ്താലോ എന്നുള്ള ചിന്ത വരെയുണ്ട്. ഈ റാഗിങ് കാരണം എങ്ങനെയൊക്കെയോ കടിച്ചു പിടിച്ച് ജീവിക്കണം. പിറ്റേന്ന് അവൻ സ്കൂളിലേക്ക് വരുമ്പം ഇവന് ടീച്ചറോട് സംസാരിക്കണം എന്നുണ്ട്, നമ്മുടെ സോമിസിനോട്. പക്ഷെ ടീച്ചർ സംസാരിക്കുകയോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ ഹീറോയിന് ഇവന്റെ മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവും അവൻ എന്തോ പറയാനുണ്ടെന്ന്. ഹീറോയിൻ അവനെ വിളിച്ചുകൊണ്ട് പോയി തനിച്ചിരുത്തിയിട്ട്, നിന്നെ അവർ ഒരുപാട് നാളായിട്ട് ചൂഷണം ചെയ്യുന്നുണ്ട്, ഉപദ്രവിക്കുന്നുണ്ട്, നിനക്കത് റിപ്പോർട്ട് ചെയ്തോടെ, ഡയറക്ടറോട് പറഞ്ഞോടെ എന്ന് ചോദിക്കും. അപ്പൊ ഹങ്യു പറയും, ഞാൻ ഈ സ്കൂളിലെ എല്ലാവരോടും പറഞ്ഞിട്ടുള്ളതാണ്, പക്ഷെ അവരെന്നോട് പറഞ്ഞത് ബുദ്ധിമുട്ടാണെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും TC വാങ്ങിച്ച് പോയിക്കോന്ന്. ആർക്കും ഹങ്സോനെ ചോദ്യം ചെയ്യാൻ പോലുള്ള ധൈര്യമില്ല, ടീച്ചർക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ മിസ് മനസ്സിൽ വിചാരിക്കും, അവർക്ക് തന്നെ നിന്നെ സഹായിക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാനൊരു ടെമ്പററി ടീച്ചർ, ഞാനെങ്ങനെയാണ് നിന്നെ സഹായിക്കുക? ഇതവള് പറയുന്നില്ല, വിചാരിക്കുകയാണ്. ഒരിക്കൽ നമ്മുടെ ഈ പാവം ഹങ്യു പീഡനം കാരണം പോലീസിനെ വരെ വിളിച്ചതാ. പക്ഷെ പോലീസുകാർ പറഞ്ഞു എവിഡൻസ് ഇല്ലെന്ന്. അവരും ഇവനെ സഹായിച്ചില്ല, ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോമിസ് ചോദിക്കും, നീ പിന്നെന്താ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പോകാത്തേന്ന്? ഹൻസു കരഞ്ഞോണ്ട് പറയാ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പിന്നെ എന്തിനു ഞാൻ ട്രാൻസ്ഫർ വാങ്ങിച്ചിട്ട് പോകണം? അവന്മാരല്ലേ തെറ്റ് ചെയ്ത്, അവന്മാരല്ലേ പണിഷ് ചെയ്യേണ്ടത്? ഇവന് ഇച്ചിരി വാശിയില്ല, പോകില്ല എന്നുള്ള വാശിയില്ല. ഈ കാര്യം അതേപോലെ നമ്മുടെ മിസ് മൂത്ത ടീച്ചറോട് പറയുന്നുണ്ട്. മൂത്ത ടീച്ചർ വീണ്ടും പറയും, ഇതിലൊന്നും ഇടപെടല്ലേ, നിനക്ക് നിന്റെ ജോലി പോകും, ജോലി വേണമെങ്കിൽ മിണ്ടാതിരിക്കുക, ഒന്നും കേൾക്കാത്ത പോലെ ഇരിക്കുക. പക്ഷെ ടീച്ചർക്ക് അങ്ങനെ കേൾക്കാത്ത പോലെ ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സോമിസ് പിറ്റേന്ന് നേരിട്ട് ഹൻസോന്റെ അടുത്തേക്ക് പോകും. ഹൻസോ, എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറയും. അവൻ കൂട്ടുകാരുടെ ഇടയിൽ നിന്ന് ടീച്ചറുടെ അടുത്തേക്ക് വന്നിട്ട്, തനിച്ച് സംസാരിക്കാനാണെങ്കിൽ വസ്ത്രമില്ലാതെ വരണോ വസ്ത്രത്തോടെ വരണോ എന്ന രീതിയിൽ ടീച്ചർ അവമാനിക്കുക. അപ്പൊ ഹൻസോ ചിരിച്ചോണ്ട് പറയും, നിനക്ക് മനസ്സിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാവാം, വിഷമങ്ങളുണ്ടാവാം, ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം നീ ഇങ്ങനെ പെരുമാറുന്നത്. നമ്മൾ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ ഹൻസു ദേഷ്യപ്പെട്ട് നമ്മുടെ പെണ്ണിന്റെ മൂക്കിനിട്ട് ഇടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവള് പേടിക്കില്ല, കണ്ണു പോലും ചിമ്മാതെ അങ്ങനെ തന്നെ നിൽക്കും. അപ്പൊ ഇവൻ ചിരിച്ചോണ്ട്, ഓടിപ്പോയിക്കോ പെണ്ണെ, അല്ലെങ്കിൽ നിന്റെ ജീവൻ ബാക്കി ഉണ്ടാവില്ല എന്നും പറഞ്ഞ് മുഖത്തേക്ക് സിഗരറ്റ് പുകയെ ഊതിയിട്ട് അവൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നു. പെണ്ണ് മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി വരും. പക്ഷെ പിറ്റേന്നൊരു സംഭവം ഉണ്ടാവുന്നുണ്ട്. ആരോ എഡ്യൂക്കേഷൻ കമ്മിറ്റിക്ക് ഈ സ്കൂളിൽ കുട്ടികളുടെ റാഗിങ് നടക്കുന്നുണ്ട് എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. അതാരാണെന്നറിയില്ല. ഈ വിവരം സ്കൂളിൽ അറിഞ്ഞ ഉടനെ ഒരു വലിയ റിച്ച് കാറ് വരുന്നുണ്ട്. അത് മറ്റാരുമല്ല, ഹൻസോന്റെ സ്റ്റെപ്പ് മദറാണ്. പുള്ളിക്കാരി ഒരു ലോയറെയും വിളിച്ചുകൊണ്ടാണ് വരിക. ലോയർ നേരെ സ്റ്റാഫ് റൂമിലേക്ക് വരുന്നു. ആർട്ടിക്കിൾ 307 പ്രകാരം തെറ്റായ അക്യൂസേഷൻ കൊടുക്കുകയാണെങ്കിൽ 5 വർഷം ജയിലും 10 മില്യൺ വോണും കൊടുക്കേണ്ടി വരും, ജോലി നഷ്ടപ്പെടും. അതുകൊണ്ട് ഞങ്ങൾ കേസിന് പോകാതിരിക്കണമെങ്കിൽ റിപ്പോർട്ട് ചെയ്ത ആരാണെന്ന് ഇപ്പൊ തന്നെ പറയുകയാണെങ്കിൽ നിങ്ങളെ വെറുതെ വിടാം എന്ന് പറയും. അപ്പൊ മൂത്ത ടീച്ചർ മുന്നോട്ട് വന്നിട്ട് പറയാണ്, സർ, ആർട്ടിക്കിൾ 310 പ്രകാരം പറഞ്ഞ ഫാക്റ്റുകൾ ക്ലിയർ ആണെങ്കിൽ കുറ്റം ചൂണ്ടിക്കാട്ടിയ ആൾക്ക് പണിഷ്മെന്റ് കിട്ടില്ലല്ലോ. പിന്നെ അതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ, അവർക്ക് കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതൊരു കുറ്റമായിട്ട് വരുന്നുമില്ല. ഇത് കേൾക്കുമ്പം ലോയർ ഇച്ചിരി കുഴയും. അത് നിങ്ങൾ പറഞ്ഞ് ശരിയാണ്, പക്ഷെ ഇവിടെ റിയൽ എവിഡൻസ് ഇല്ലല്ലോ, ആരെങ്കിലും കുറ്റം ചെയ്തു എന്നതിനുള്ള എവിഡൻസ് ഇല്ല. പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ അതിനൊരു ഡിബേറ്റ് വെച്ച് സംസാരിക്കേണ്ടതുണ്ട്. ഇത് കേട്ടുടനെ സ്റ്റെപ്പ് മദർ ലോയറുടെ മുഖത്തേക്ക് ആഞ്ഞടിച്ചിട്ട്, ഡിബേറ്റ് വെച്ച് സംസാരിക്കാനാണോടാ നമ്മൾ ഇങ്ങോട്ട് വന്ന, നിനക്കിനി എൻ്റെ അടുത്ത് ജോലിയില്ല, ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞ് അവൻ അടിച്ചോടിക്കും. അത് കഴിഞ്ഞ് മൂത്ത ടീച്ചറെയും തല്ലിയിട്ട്, നീ ഇവിടെ എനിക്ക് കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജോലി ചെയ്യുന്നത്, നിന്നെ പണ്ടേ ഞാൻ നോട്ട് ചെയ്ത, സത്യം പറഞ്ഞോ, ആരെ രക്ഷിക്കാനാടി നീ കള്ളവേഷം കിട്ടുന്നത്, നീയാണോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്ത്, സത്യം പറഞ്ഞോ? അപ്പൊ പ്രിൻസിപ്പൾ വന്നിട്ട്, മാഡം ഒന്ന് കൂൾ ഡൗൺ ആവൂ, എത്രയും പെട്ടെന്ന് ഞങ്ങൾ ആളെ കണ്ടുപിടിച്ചു തരാം, ദയവ് ചെയ്ത് ആരാണെന്ന് പറയുന്നും പറഞ്ഞ് എല്ലാവരോടും കെഞ്ച. താൻ കാരണം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് കാണുമ്പോൾ ഹീറോയിൻ മുട്ടുകുത്തിയിട്ട് പറയും, മാഡം സോറി, എന്നോട് ക്ഷമിക്കൂ, ഞാനാണ് റിപ്പോർട്ട് ചെയ്തത്, ചില തെറ്റുകൾ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചെയ്തു പോയതാണെന്ന് പറയും. അപ്പൊ ഈ പണക്കാരി നമ്മുടെ മിസ്സിനെയും തല്ലുന്നുണ്ട്. എവിടുന്നോ കയറി വന്നവള് നമ്മളെ നിയമം പഠിപ്പിക്കുന്നു, ഇനി മേലെ ഇവളെ ഇവിടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ നിർദ്ദേശിക്കുന്നു പ്രിൻസിപ്പളോട്. കൂടെയുള്ള ടീച്ചർമാരൊക്കെ പറയുന്നുണ്ട്, ക്ഷമ ചോദിക്കി, നിന്നെ അവര് വെറുതെ വിട്ടോളും, ജോലി വേണമെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഹീറോയിൻ കുറെ ക്ഷമ ചോദിക്കും. ഈ സമയത്ത് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്താൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചോടാ എന്നും ചോദിച്ചിട്ട് ഹൻസോ ഹങ്യോന്റെ ചെവിയിലേക്ക് ആഞ്ഞു കടിക്കുന്നുണ്ട്. ഇതെല്ലാം അവർ കാണുന്നുണ്ടാവും. ഹീറോയിൻ തനിക്കുണ്ടാവുന്ന ദേഷ്യം എല്ലാം കടിച്ചമർത്തി ക്ഷമ ചോദിക്കും. അത് കഴിയുമ്പോൾ ഹൻസു പ്രിൻസിപ്പാളെ
അവളെ വിളിച്ചിട്ട് അവളെ ജോലിന്ന് പറഞ്ഞു വിടരുത്, അവളെ ജോലിന്ന് പറഞ്ഞു വിട്ടാൽ പിന്നെ ഞാൻ ആരുടെ കൂടെയാ കളിക്കുക, അവൾ ഇവിടെ തന്നെ വേണം, എനിക്ക് അവളെ കൂടെ കളിക്കണം എന്ന് പറഞ്ഞ് നമ്മുടെ സോമിസിനെ അവിടുന്ന് ഒഴിവാക്കാൻ പാടില്ല എന്ന് നിർദ്ദേശം കൊടുക്കും. സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന നമ്മുടെ ടീച്ചർ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കുക, ആ തെണ്ടിച്ചക്കൻ സ്കൂളിൽ ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒരു പോലീസായ നിനക്ക് അവനെ അറസ്റ്റ് ചെയ്തൂടെ, നീക്ക് എന്തിനാണ് പോലീസാണെന്നും പറഞ്ഞ് നടക്കണേ. അവള് ബോയ് ഫ്രണ്ടിനെ തല്ലാൻ തുടങ്ങും. അപ്പൊ കാമുകൻ ചെക്കൻ പറയാ, നീ വിചാരിക്കുന്ന പോലെയല്ല പോലീസുകാരോട് വർക്ക് ചെയ്യുന്നു, അവനെതിരെ പല കേസുകളും വന്നിട്ടുണ്ട്, പക്ഷെ എവിഡൻസ് ഉണ്ടായിരുന്നില്ല, മാത്രമല്ല കേസ് കൊടുക്കാൻ ആരും തയ്യാറാവുന്നില്ല, പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ, ഞങ്ങൾക്കും ചില പരിമിതികളൊക്കെ ഉണ്ട്. ഇവരിങ്ങനെ സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഹീറോയിൻ അച്ഛനെ കാണും. അച്ഛൻ ഇവളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഇവൾക്ക് അച്ഛനോട് ദേഷ്യമായിരിക്കും, മിണ്ടില്ല. പോയി പണി നോക്കാൻ പറഞ്ഞിട്ട് ഇവള് തിരിച്ച് മുറിയിലേക്ക് പോകുന്നു. കുറച്ച് കഴിയുമ്പോൾ വിശക്കും. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവളൊരു ഷോപ്പിലേക്ക് വരുന്നുണ്ട്. നോക്കുമ്പോൾ ഈ ഹൻസോ അവന്റെ കൂട്ടുകാരുമായിട്ട് നമ്മുടെ പെണ്ണിന്റെ അടുത്തേക്ക് വരുന്നു. ചുറ്റി ഒരു വട്ടം ഇടും. എന്നിട്ട് ഹൻസോ മിസ്സിനെ വലിച്ച് തന്റെ മടിയിലേക്ക് കെട്ടിപ്പിടിച്ചിരുത്തിയിട്ട് ഇവന്മാരൊരു ഫോട്ടോയും എടുക്കും. ടീച്ചർ സ്റ്റുഡന്റുമായിട്ട് റൊമാൻസ്. അങ്ങനെ ഒരു ആർട്ടിക്കിൾ എഴുതിയാലോ, നിനക്കെതിരെ ഞാൻ കേസ് കൊടുത്താലോ, എന്തായിരിക്കും നിന്റെ അവസ്ഥ? ഞാൻ പറയുന്ന അനുസരിച്ചാൽ നിനക്ക് അവിടെ ടീച്ചറായിട്ട് തുടർന്ന് പോകാം, അതല്ലെങ്കിൽ നിനക്കുണ്ടാവുന്ന കോൺസിക്വൻസസ് അതെന്താണെന്ന് നീ കണ്ടറിയണം എന്ന് പറഞ്ഞ് ഇവന്മാര് ഭീഷണിപ്പെടുത്തുക. നമ്മുടെ പെണ്ണൊന്നും ചെയ്യില്ല. അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. കടിച്ചു പിടിച്ച് അവിടുന്ന് ഒഴിഞ്ഞു മാറിപ്പോവാനാണ് അവൾ ശ്രമിക്കുക. അതിലൊരു തേവാങ്ക് അവൻ എടുത്തു വെച്ച ഫോട്ടോസ് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കൂടുതൽ കളിച്ചാൽ ഇതെല്ലാം ലീക്ക് ചെയ്യുന്നു പറഞ്ഞിട്ട്. പെണ്ണ് സങ്കടവും ദേഷ്യം കൊണ്ട് തിരിച്ച് മുറിയിലേക്ക് പോകുമ്പോഴാണ് എതിരെ വന്നൊരു ഭ്രാന്തൻ അറിയാതെ മുട്ടിയതിന് പെണ്ണിന്റെ മണ്ടക്കിട്ട് കൊട്ടുക. ക്ഷമ ചോദിക്കടി എന്ന് പറഞ്ഞ് വീണ്ടും അവൻ ഉപദ്രവിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ ദേഷ്യത്തില്ല. ഇതിൽ അനാവശ്യമായിട്ടൊരുത്ത ഞോണ്ടിക്കൊണ്ടിരിക്കുന്നു. കാലും പൊക്കി അവന്റെ മണ്ടയിലേക്ക് ഒരൊറ്റ അടിയാ. പിന്നെ അവന് ബോധം ഉണ്ടാവില്ല. അവൻ അടിച്ചിട്ട് കഴിഞ്ഞപ്പം പെണ്ണ് ചാർജായി. ഇത്രയും നേരം അടക്കി പിടിച്ചിരുന്ന ദേഷ്യവും വൈരാഗ്യവും എല്ലാം ഒത്തുകൂടി അവൾ ഓടി വരിക ഈ റൗഡി പിള്ളേര് കളിക്കുന്ന സ്ഥലത്തേക്ക്. ഈ പിള്ളേര് വേറെ കുറച്ച് ടീം പിള്ളേരുമായിട്ട് ബാസ്കറ്റ് ബോൾ കളിച്ചുകൊണ്ടിരിക്കാവും. അവിടെ എതിർ ടീമുമായിട്ട് വഴക്കാവുന്നുണ്ട്. അങ്ങനെ അടി നടക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നമ്മുടെ പെണ്ണിന്റെ എൻട്രി. 2 എണ്ണം പൊട്ടിക്കാൻ തക്കതായ സമയം. ആർക്കും സംശയം വരുമില്ല. ഇവള് പൂച്ചയുടെ മുഖംമൂടിയും ധരിച്ച് ഓടിച്ചെന്ന് ഈ ഹൻസോയുടെ ടീമിലെ 2 പേരെ പറന്ന് ഓരോ ചവിട്ട്. ഹൻസോ തെറിച്ചു വീണു. അവൻ എഴുന്നേറ്റിട്ട് ചോദിക്കും, നീ ആരാടാന്ന്? പെണ്ണ് മ്യാവോ എന്ന് മാത്രമേ പറയൂ, അതും ആണിന്റെ സ്വരത്തിൽ. എന്നിട്ട് വീണ്ടും അടി. 2 പേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ഇതിൽ ആ ചെറുക്കന്റെ കാലെ പിടിച്ച് ഇവള് ലോക്ക് ചെയ്യുന്നുണ്ട്. ഈ അടിയെല്ലാം ചിക്കൻ ഡെലിവറി ചെയ്യുന്ന കൂട്ടുകാരൻ ചെക്കൻ കാണുന്നുണ്ടാവും, സ്കൂളിൽ പഠിക്കുന്ന ചെറുക്കൻ. നമ്മുടെ പെണ്ണ് ആ റൗഡി ചെക്കന്റെ വായിലേക്കിട്ടൊരു കുത്ത്. ആഞ്ഞു കുത്തിയതിൽ അവന്റെ ഒരു പല്ലും തെറിച്ചു പോയി. വീണ്ടും അടി മൂക്കാൻ നിൽക്കുമ്പോഴാണ് പോലീസുകാരൻ അങ്ങോട്ട് വരിക. വേറെ ആരുമല്ല, നമ്മുടെ പെണ്ണിന്റെ കാമുകൻ തന്നെ. ഈ പിള്ളേരെല്ലാം അവിടുന്ന് ചെതറി ഓടി രക്ഷപ്പെടും. ഒപ്പം നമ്മുടെ പെണ്ണ് ഓടിപ്പോകുന്നുണ്ട്. പക്ഷെ അവളുടെ ഓട്ടം കണ്ടാൽ തന്നെ അറിയാം അവൾ ആരാണെന്ന്. ഒരു കാമുകൻ അറിയാലോ കാമുകിയുടെ ഓട്ടം. നമ്മുടെ പെണ്ണ് ഓടി അവിടുന്ന് മറ്റൊരു പാർക്കിലേക്ക് വന്ന് സന്തോഷം കൊണ്ട് പൊട്ടിച്ചിരിക്കുക. റിവഞ്ച് എടുത്തല്ലോ. ഇതാ ചിക്കൻ കടയിലെ ചെറുക്കൻ കാണുന്നുണ്ട്. പിറ്റേന്ന് സ്കൂള് മുഴുവൻ ഇതാ സംസാരം. ഹൻസോൻ അടികിട്ടി, ഹൻസോൻ അടികിട്ടി. സോമിസ് ആണെങ്കിൽ ഒന്നും അറിയാത്ത പോലെ, അയ്യോ അങ്ങനെ സംഭവിച്ചോ, ആരാണാവോ ഈ മോശം ചെയ്ത്, വളരെ മോശമായിപ്പോയി എന്നൊക്കെ അഭിനയിച്ച് കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇത് പറഞ്ഞ് ചിരിക്കുന്നുണ്ടാവും. അപ്പോഴാണ് സോമിസ് ഒരു പൂച്ചട്ടിയുമായി മരിച്ചുപോയ ടീച്ചറെ ക്യാബിനിൽ, മിസ് ലീ, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു, എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പൂക്കൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വരും എന്നും പറഞ്ഞ് ഒരു പൂച്ചട്ടി വെക്കുക. ഇവിടെ റൗഡി ചെറുക്കൻ അവന്റെ ക്ലാസ്സിലേക്ക് വന്ന് കയറുമ്പോൾ ഇവനെ കളിയാക്കി അവന്റെ ഡെസ്കിൽ പൂച്ചയുടെ കയ്യിൽ നിന്ന് തല്ലും മേടിച്ച ചെക്കെന്നും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ ഇതാരാടാ ചെയ്തതെന്ന് ചോദിച്ചിട്ട് എല്ലാവരോടും ദേഷ്യപ്പെടും. ടീച്ചർമാർ വന്ന് കൂടുതൽ കുഴപ്പമുണ്ടാക്കണ്ട, ഡെസ്ക് മാറ്റി കൊടുക്കുന്നു പറഞ്ഞ് കാര്യം സോൾവ് ചെയ്യുമ്പോൾ ഇവൻ എല്ലാവരോടും ദേഷ്യപ്പെട്ട് ടീച്ചർമാരെയും ചീത്ത പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാ. അവൻ ആരാണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചേ അടങ്ങുള്ളൂ എന്നും പറഞ്ഞ് ഇവൻ കാറെടുത്ത് കൂട്ടുകാരെയും കയറ്റി കൂടുള്ളവന്മാരെയും തല്ലിയിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അവൻ ആരാണെങ്കിലും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്ന് പറയും. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ നമ്മുടെ KFC സെന്റർ, അവിടെയാണല്ലോ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു പാവം പയ്യൻ വർക്ക് ചെയ്യുന്നു. അവൻ തന്റെ സ്കൂളിലെ ടീച്ചർ ഈ ബുള്ളി പിള്ളേരെയെല്ലാം തല്ലി ശരിയാക്കിയ കഥ മാസ്റ്ററോട് പറയുന്നുണ്ട്. ടീച്ചറെ പേര് സോമിനാണെന്നും പറയും. അത് കേൾക്കുമ്പോൾ മാസ്റ്റർ ചിരിച്ചിട്ട്, സോമിൻ മറ്റാരുമല്ല, എന്റെ മോള് തന്നെയാ, ഞാനാണ് അവളെ വളർത്തിയതും ടൈക്കൂഡോ ചാമ്പ്യൻ ആക്കിയതും. ഇത് കേൾക്കുമ്പോൾ ആ ചെറുക്കൻ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഫേവറേറ്റ് സ്റ്റുഡന്റ്, അൺലക്കിയായ സ്റ്റുഡന്റ് മറ്റാരുമല്ല, ഞങ്ങളുടെ മിസ് തന്നെയാണോ? പുള്ളിക്കാരിയുടെ മോശം തന്ത നിങ്ങൾ തന്നെയാണോ? അവരെക്കുറിച്ചാണോ നിങ്ങൾ നേരത്തെ പറഞ്ഞ്? അവനിത് കേട്ട് ഷോക്കാവും. ഈ സമയത്ത് നമ്മുടെ ബോയ് ഫ്രണ്ട് അങ്ങേര് ഹീറോയിനെ കണ്ട്, നിന്റെ ഓട്ടം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായിരുന്നു നീയാണ് ഇതിന് പിന്നിലെന്ന്. ഒരു ടീച്ചറായിട്ട് നീ ഇങ്ങനെ തെരുവിൽ അടിയുണ്ടാക്കാൻ പാടുണ്ടോ? അത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, ഞാൻ നീതി നടപ്പിലാക്കിയതാ, അവന്മാർക്ക് ആരെയും ഭയമില്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ടീച്ചർ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുക മാത്രമല്ല, ശിക്ഷണം കൊടുക്കാനും അധികാരമുള്ള ആളാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറയും. അപ്പോൾ ബോയ് ഫ്രണ്ട്, ഈ അടിയും വഴക്കും എല്ലാം ഒരുപാട് കാലം മുന്നേ നീ ഉപേക്ഷിച്ചതല്ലേ, നിനക്കത് ചേരില്ല, നീ തന്നെ വിഷമിക്കും. ദയവ് ചെയ്തതെല്ലാം ഒഴിവാക്കിയിട്ട് ഒരു സാധാരണ ടീച്ചറെ പോലെ പെരുമാറും, അതാണ് നിനക്ക് നല്ലതെന്നും പറഞ്ഞ് ആൺ സുഹൃത്ത്, കാമുകൻ ഔട്ട് ഓഫ് ഫാഷനാ, ഇപ്പൊ ആൺ സുഹൃത്താണ് ട്രെൻഡ്.
സോ ബോയ് ഫ്രണ്ട് ഇനി നീ ഈ മുഖമുടി ധരിക്കണ്ടെന്ന് പറഞ്ഞ് ആ മുഖമുടി വലിച്ചു കയറും. അതിന് അവനിട്ട് 2 പൊട്ടീര് കിട്ടുന്നുണ്ട്. എന്തായാലും ആ മുഖംമൂടി കളയാൻ അവൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് സൂചി നൂലും കൊണ്ട് തൽക്കാലം അതൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ആ വൃത്തികെട്ട പുള്ളിപ്പിള്ളേര് ഹങ്ങിയോടെ വസ്ത്രമെല്ലാം വലിച്ചു കീറി അവന്റെ ദേഹത്തും എന്തൊക്കെയോ വരച്ചു വെച്ച് തലയിലൊരു കവറും ഇട്ട് കൊടുത്ത് ഫ്രൈഡ് ചിക്കൻ വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. 5 മിനിറ്റിൽ തിരിച്ചെത്തിയില്ലെങ്കിൽ അണ്ടർവെയറും വലിച്ചൂരി തെരുവിലേക്ക് ഇറക്കി വിടും. പെട്ടെന്ന് ഓടിപ്പോയിട്ട് വരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ചെക്കനെ ഓടിച്ചു വിടുക. പാവം പയ്യൻ തുണിയില്ലാതെ തെരുവിൽ കൂടെ ഓടാൻ തുടങ്ങും. ആ രാത്രി സമയത്ത് അവൻ ഓടിക്കതച്ച് ഈ KFC ഷോപ്പിലേക്ക് വരുമ്പം അവിടുത്തെ അങ്കിള് ഇവന്റെ അവസ്ഥ കണ്ട് അവനെ തുണി കൊണ്ട് കവർ ചെയ്തിട്ട് എന്താ മക്കളെ കാണിക്കുന്നത്, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കും. കൂട്ടുകാരും ഞാനും കൂടെ ചേർന്ന് കളിക്കുന്ന, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ 2 ബാഗ് ചിക്കൻ തരണം, എനിക്ക് എത്രയും പെട്ടെന്ന് പോകണം എന്നവൻ പറയും. ഇവന്റെ അവസ്ഥ കാണുമ്പോൾ മറ്റേ പയ്യന്, അവിടെ വർക്ക് ചെയ്യുന്ന പയ്യന് കാര്യം പിടികിട്ടി. ഹാങ്സോയും പിള്ളേരും അവൻ ഉപദ്രവിച്ചാണ്. ഇവൻ ആ കാര്യം ഉടനെ തന്നെ നമ്മുടെ ടീച്ചർ അടുത്തേക്ക് പറയാൻ വേണ്ടി ഓടി വരും. ടീച്ചറാണെങ്കിൽ ഈ മാസ്ക് ഉപേക്ഷിക്കാം എന്ന് വിചാരിച്ചിട്ട് കത്തിച്ചോണ്ടിരിക്കുക. പിന്നെ ഇതിനെ തുന്നിക്കഴിഞ്ഞ് മനസ്സ് മാറിയതായിരിക്കാം. ഇവൻ ഓടി വന്ന് ആ തീ എടുത്തിട്ട് പറയും, ടീച്ചർ ഹങ്ങിയോനെ സഹായിക്കണം, അവനെ വീണ്ടും ആ പിള്ളേർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങളാണ് ആ ക്യാറ്റ് വുമൺ എന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് ആ പിള്ളേർക്ക് കൊടുക്കേണ്ടത് കൊടുത്ത് അവനെ രക്ഷപ്പെടുത്തണം. ഇത് കേൾക്കുമ്പോൾ ഹീറോയിൻ പറയും, നീ വിചാരിക്കുന്ന ആളല്ല ഞാൻ, നീ തെറ്റിദ്ധരിച്ച, എനിക്ക് ആരെയും സഹായിക്കാനുള്ള കഴിവൊന്നുമില്ല, ഞാനൊരു സാധാരണ ടീച്ചറാണെന്ന് പറയുമ്പോൾ ആ പയ്യൻ പറയും, ടീച്ചർ ഞാൻ എല്ലാം കണ്ടതാ, പോരാത്തതിന് നിങ്ങളുടെ അച്ഛൻ്റെ കൂടെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്, നിങ്ങളൊരു ചാമ്പ്യനാണെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് ഞങ്ങളെ സഹായിക്കണം ടീച്ചർ, നിങ്ങളല്ലാതെ ഞങ്ങൾക്ക് വേറെ ആരുമില്ല. ഇതവൻ നമ്മുടെ മിസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഹങ്ങിയോ 2 കവർ ചിക്കൻ വാങ്ങിച്ചിട്ട് പോകാൻ നേരം ആ പിള്ളേരോടുള്ള വെറുപ്പ് കാരണം അവരെ അങ്ങ് കുത്തി കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് ഇവൻ അവിടെയുള്ള കത്തി കയ്യിലെടുക്കും. ഇത് അങ്കിൾ കാണുന്നുണ്ട്. അങ്കിൾ അരുത് മോനെ എന്ന് പറയുമെങ്കിലും കത്തിയും കൊണ്ട് ചെറുക്കൻ ഓടുകയാണ്. ഈ സമയത്ത് ഹങ്സോ നമ്മുടെ പാവം പയ്യൻ വേദനിച്ച് ഓടുന്ന വീഡിയോ കണ്ട് രസിക്കുക. എന്നാൽ അവന്റെ കൂടെ തന്നെയുള്ള ഒരു കൂട്ടുകാരിക്ക് ഈ ഹങ്സോന്റെ പ്രവർത്തനം അത്ര ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ ക്രൂവലാണെന്ന് അവൾക്കറിയാം. വേറെ വഴിയില്ലാതെ അവന്റെ കൂടെ നിൽക്കുക. തരം കിട്ടിയാൽ ഒരു പണി കൊടുക്കണമെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഈ സമയത്തായിരിക്കും നമ്മുടെ ക്യാറ്റ് ലേഡിയുടെ എൻട്രി. ഈ പിള്ളേരുള്ള സ്ഥലത്തേക്ക് സോമിസ് എത്തിക്കഴിഞ്ഞു. അവളെ കണ്ട ആ റൗഡി ചെറുകൻ ഹാൻസോ, ഇന്ന് നിന്റെ മുഖം ഞാൻ വെളിച്ചത്ത് കൊണ്ടുവരും, നീ ആരാണെന്ന് അറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങാം. 2 പേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. നമ്മുടെ സോമിസ് തന്നെയായിരിക്കും ലീഡിലുണ്ടാവുക. ആ സമയത്ത് കത്തിയായിട്ട് ഹങ്ങിയോ അവിടെ എത്തിക്കഴിഞ്ഞു. അവനുള്ള വെറുപ്പും ദേഷ്യവും കൊണ്ട് പില്ലൻ ചെക്കൻ ആഞ്ഞു കുത്താൻ വരിക. അവൻ കുത്തിക്കഴിഞ്ഞാൽ ഒരാൾ മരണപ്പെടുകയും ചെയ്യും, മറ്റേ ആള് ജയിലിലാവുകയും ചെയ്യും. വലിയൊരു അപകടം നടക്കാൻ പോവാണെന്ന് മനസ്സിലാക്കിയിട്ട് മിസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവരെ ഇടയിൽ കയറി കയ്യിൽ ഈ കുത്ത് ഏറ്റുവാങ്ങും. മുഴുവനായിട്ട് കത്തിക്കൊണ്ടില്ലെങ്കിലും നല്ലൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. കയ്യിൽ നിന്ന് ചോര പൊടിയുന്നുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ അങ്കിള് വന്ന് ഹങ്ങിയുനെ പിടിച്ചെടുത്തോണ്ട് പോയി. പുള്ളിക്കാരൻ പുറകെ വരുന്നുണ്ടായിരുന്നു. ഇനിയും അവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനും അവിടുന്ന് ഓടി രക്ഷപ്പെടും. എന്നിട്ട് ഇവള് ഒരു ഹോസ്പിറ്റലിൽ ഒന്ന് അഡ്മിറ്റ് ആവുന്നുണ്ട്. ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, കുറച്ച് നാള് റെസ്റ്റ് ചെയ്യാൻ പറയുന്നു. കൂടെ അച്ഛനും ബോയ് ഫ്രണ്ടും ഉണ്ടാവും. ഇവള് ബോയ് ഫ്രണ്ടിനോട് പറയാണ്, കേസ് ഒന്നും ചാർജ് ചെയ്യരുത്, കേസ് ഇട്ട് കഴിഞ്ഞാൽ ഹങ്ങിയോടെ പഠനം മുടങ്ങും, കൂടുതൽ കുഴപ്പത്തിലാവും, അവനെ വിട്ടേക്ക് എന്ന് പറയും. ഹീറോയിന്റെ ഡാഡി ആണെങ്കിൽ ഈ പിള്ളേരാണ് തന്റെ മോളെ അറ്റാക്ക് ചെയ്തതെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അവള് ധരിച്ചിട്ട് പോയ മാസ്ക് അത് അവളെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റി ഇവന്മാരോട് പ്രതികാരം ചെയ്യാൻ വരിക. ഈ പിള്ളേർ അവിടെ തന്നെ ഉണ്ട്. അവന്മാരോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ഈ മാസ്കും ധരിച്ചിട്ട് വരിക. ഇതേതാടാ പുതിയൊരു തടിയൻ, ഇവനും മാസ്ക് വെച്ചിട്ടുണ്ടല്ലോ, നീ ആരാടാന്ന് ചോദിക്കുമ്പോൾ ഡാഡി പറയും, ഞങ്ങൾ ബ്രേവ് ക്യാറ്റ് ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരാ, റിവഞ്ച് ചെയ്യാൻ വന്നിരിക്കുകയാണെന്ന്. അടുത്ത സീൻ നോക്കുമ്പോൾ മോന്തക്കിട്ട് നല്ല കുത്ത് കിട്ടിയിട്ടുണ്ട് പാവൻ ഡാഡിക്ക്. അങ്ങേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുക. ഭാഗ്യത്തിന് മുഖം കാണിച്ചു കൊടുത്തിട്ടില്ല, അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു. അപ്പന്റെ അവസ്ഥ കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ബോയ് ഫ്രണ്ട് പറയും, നിനക്ക് വേണ്ടി റിവഞ്ച് എടുക്കാൻ പോയതാ, അവന്മാർ അപ്പനെ ഇടിച്ച് പരിപ്പിളക്കിയെന്ന്. ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ട് ഇങ്ങേര്. അവന്മാരെങ്ങാനും കണ്ടിരുന്നെങ്കിൽ നമ്മൾ ആരെയും വെറുതെ വിടില്ല, മേലി എന്റെ കാര്യത്തിൽ ഇടപെടണ്ട, എനിക്കിഷ്ടമല്ലെന്നും പറഞ്ഞ് ഹീറോയിൻ ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ മൂത്ത ടീച്ചർ അങ്ങോട്ട് വരുന്നത്. മൂത്ത ടീച്ചറുടെ സിസ്റ്ററിനെ എങ്ങാണ്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോമിസ് എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ കൈ മറച്ചു വെച്ചിട്ട് പറയും, എൻ്റെ അച്ഛൻ ബൈക്കിൽ നിന്ന് വീണു, അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നാണ്. അപ്പനെ കണ്ടതും മൂത്ത ടീച്ചർക്ക് ഇഷ്ടമായി. ടീച്ചർ എന്താ ഇവിടെ നിന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു അനിയത്തിയുണ്ട്, അവൾക്ക് സുഖമില്ല, എനിക്കാണെങ്കിൽ കല്യാണവും കഴിഞ്ഞിട്ടില്ലല്ലോ, ഒറ്റ പെണ്ണല്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്ക് വരേണ്ടി വന്നു അവളെ കാണാൻ, ഭർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായേനെ. ഇത് കേൾക്കുമ്പോൾ ടീച്ചറുടെ ഡാഡി ചിരിച്ചിട്ട്, എനിക്കും ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായേനെ, ഞാനിപ്പോൾ ഒറ്റയ്ക്കാണെന്ന് പറയും. അങ്ങനെ അവിടെ വെച്ച് 2 പേർക്കും പ്രണയം പൊക്കുന്നു. ഇതാണ് ലവ് അറ്റ് ലാസ്റ്റ് സൈറ്റ്. ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ പോകുന്ന വഴിയെ ഡാഡി ഹീറോയിനോട് മാപ്പ് ചോദിക്കും. പണ്ട് അവസാന മാച്ചിൽ ഇവള് തോറ്റുപോയതുകൊണ്ട് നീ ഒരിക്കലും എൻ്റെ മോളല്ല, എൻ്റെ മോള് റിങ്ങിൽ വെച്ച് എന്നെ മരിച്ചു കഴിഞ്ഞു, ഇത്രയും കഷ്ടപ്പെട്ട എനിക്ക് സമ്മാനമായിട്ട് നീ ഇതാണ് തന്നത്,
നിന്റെ ധിക്കാരം കൊണ്ടാണ് നീ തോറ്റുപോയത്. ഇനി നീയും ഞാനും തമ്മിൽ ഒരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് അപ്പം ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോ. എന്നാൽ അവളുടെ തോൽവിക്ക് പുറകിലുണ്ടായിരുന്ന സത്യം, അവൾ അച്ഛൻ്റെ ജിമ്മും വീടും ബാങ്ക് ജപ്തി ചെയ്യുന്ന അവസ്ഥയിലായിരുന്നു. അച്ഛൻ അറസ്റ്റ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. ഇത് മനസ്സിലാക്കിയ എതിർ ടീമിലെ കോച്ച് പണം കൊടുത്ത് അച്ഛൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കാം, നീ ഈ മാച്ചിലൊന്ന് തോറ്റു തരണം, വീണ്ടും കളിക്കാമല്ലോ എന്ന് പറഞ്ഞ് അവളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു. ആദ്യം അവൾ സമ്മതിച്ചില്ല. പക്ഷെ പിന്നീട് ഇവൾക്ക് എതിരെ കളിക്കാൻ വരുന്ന പെൺകുട്ടിക്ക് അമ്മയില്ല, അവൾ അനാഥ പെൺകുട്ടിയാണ്. അമ്മ മരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അവസാനമായി അവൾ വാക്ക് കൊടുത്തിരുന്നു, ഈ ടൂർണമെന്റിൽ ജയിക്കുമെന്ന് പറഞ്ഞിട്ട്. അതിന് നീ ഞങ്ങളെ സഹായിക്കണം. ഈ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റിന് നീ സഹായിച്ചാൽ നിന്റെ കുടുംബവും ഹാപ്പി ആയിരിക്കും, അവളുടെ അമ്മയുടെ ആത്മാവും ഹാപ്പി ആയിരിക്കും. ദയവ് ചെയ്ത് സമ്മതിക്കൂ എന്ന് പറഞ്ഞ് അവർ യാചിക്കുമ്പോൾ തൻ്റെ കുടുംബത്തിന് വേണ്ടിയും ആ പെൺകുട്ടിയുടെ സെന്റിമെന്റ്സിന് വേണ്ടിയിട്ടും ഇവൾ തോറ്റു കൊടുക്കുകയാണ് ചെയ്ത്. തൻ്റെ അച്ഛനെ ശരിക്കും ഇവൾ രക്ഷപ്പെടുത്തുക ചെയ്ത്. അത് അച്ഛൻ മനസ്സിലാക്കാൻ ഒരുപാട് വൈകി. ഞാൻ എൻ്റെ തെറ്റ് മനസ്സിലാക്കുന്നു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്താൻ പാടില്ലായിരുന്നു, അതുകൊണ്ടാണ് ടേക്കോട് നീ വിട്ടതെന്ന് എനിക്കറിയാം. ഒരു ഉത്തരവാദിത്തമില്ലാത്ത അച്ഛനായിപ്പോയി ഞാൻ, നട്ടലില്ലാത്ത തന്ത, എന്നോട് പൊറുക്ക് മോളെ എന്ന് പറഞ്ഞ് അച്ഛൻ കരയാൻ തുടങ്ങും. മോള് സമാധാനിപ്പിക്കുന്നു. പിന്നെ അവർ സ്നേഹത്തിലായി. അവിടുന്ന് കട്ട് ചെയ്താൽ പിറ്റേ ദിവസം നമ്മുടെ ഹാങ്സോയും പിള്ളേരും സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും വലത് കൈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിൽ വെട്ടേറ്റ പാടുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. സ്കൂളിൽ ആരോ ആണ് അറ്റാക്ക് ചെയ്തതെന്ന് അവനറിയാം. എല്ലാ പിള്ളേരെയും ചെക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ഒരു പെൺകുട്ടി ഇവരോട് ചൂടാവും. ആരുടെയോ കയ്യിൽ നിന്ന് അടിയും വാങ്ങിച്ചിട്ട് വന്ന് ഈ സ്കൂൾ മുഴുവൻ ഭരിക്കാൻ നോക്കണ്ട, ഈ സ്കൂളിന്റെ അവസ്ഥ നീയൊക്കെയാണ് കുഴപ്പാക്കുന്നത്, ഇവിടെ ആരും പഠിക്കില്ലടാ നിന്നെ കൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഹങ്സോയോട് ചൂടാകുമ്പോൾ ഹങ്സോ ആ പെണ്ണിനെ എല്ലാവരും കാണുക സെൻട്രൽ ഹാളിലേക്ക് വലിച്ചോണ്ട് വന്നിട്ടിട്ട്, എന്നെ തല്ലിയ പൂച്ച ആരാണോ അയാൾ എൻ്റെ മുന്നിൽ വന്നില്ലെങ്കിൽ ഓരോ ദിവസമായിട്ട് ഞാൻ ഓരോ കുട്ടികളെ കൊല്ലും, തെളിവില്ലാതെ പറയുന്നത് അനുസരിച്ചാൽ നിങ്ങൾക്ക് ജീവനോടെ ഇരിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരെയും ഭീഷണിപ്പെടുത്തും. ആ സമയത്ത് സ്കൂളിലേക്ക് വൈകി വരുന്ന നമ്മുടെ മിസ്സിനെ മൂത്ത ടീച്ചർ ചീത്ത പറയുമെന്നോണം പോയിട്ട്, നിങ്ങൾ ഇന്നു മുതൽ ടെമ്പററി ടീച്ചറല്ല പെർമനന്റ് ടീച്ചറായി ഉയർത്തപ്പെട്ടിരിക്കുന്നു, കൺഗ്രാജുലേഷൻസ് എന്ന് പറയും. നമ്മുടെ പെണ്ണിന് ഒരുപാട് സന്തോഷമായി. അവൾ മൂത്ത ടീച്ചറോട് ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞിട്ട് പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് എന്തോ ഒരു സാധനം എടുക്കാൻ വേണ്ടി പോവാ. അപ്പോഴായിരിക്കും ഹാങ്സോന്റെ പിള്ളേർ അവനോട് പറയാ, എല്ലാ കുട്ടികളെയും സെർച്ച് ചെയ്ത് നോക്കി, നമ്മുടെ സ്കൂളിൽ അങ്ങനെയുള്ള കുട്ടി ഉണ്ടെന്ന് തോന്നുന്നില്ല, പുറത്തുനിന്ന് ആരോ ആയിരിക്കാം നിന്നെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇത് ഹൻസോ കേട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ടീച്ചർ കോറിഡോറിൽ കൂടെ നടന്നു പോകുന്നത്. ഈ ടീച്ചർ എതിർഭാഗത്ത് രണ്ട് പിള്ളേർ സ്കേറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അവർ ഇടിക്കാതെ വളരെ അനായാസമായിട്ട് ഇവള് മിസ് ചെയ്ത് പോകുന്ന കാണുമ്പോൾ ഹൻസോന് മനസ്സിലാകും ഈ പെണ്ണ് തന്നെയായിരിക്കണം ആ ക്യാറ്റ് എന്ന്. മറ്റേ ക്യാറ്റിന്റെ അതേ ബോഡി ലാംഗ്വേജ്. ടീച്ചർ പോയ പ്രിൻസിപ്പൽ മുറിയിലേക്ക് മെല്ലെ ഹൻസോ കടന്നു ചെല്ലും. എന്നിട്ട് ഡോർ ലോക്ക് ചെയ്ത്, എനിക്ക് ആ പൂച്ചയെ കണ്ടുകിട്ടി, ഇനി നിനക്ക് രക്ഷയില്ല എന്ന് പറയും. അപ്പൊ നമ്മുടെ മിസ്സാണെങ്കിൽ, നീ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന രീതിയിൽ ഒന്നും അറിയാത്ത പോലെ കാണിക്കുമ്പോൾ ഇവൻ മിസ്സിന്റെ കൈ കയറി പിടിച്ച് മുറിഞ്ഞ ഭാഗം മടക്കുന്നുണ്ട്. അവൾക്ക് വേദന കൊണ്ട് എതിർക്കാൻ കഴിയില്ല. അവളെ ഡെസ്കിലേക്ക് പിടിച്ച് അമർത്തിയിട്ട് ഇവൻ പറയും, നിന്നെ ഞാൻ ഇവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, എനിക്കുണ്ടായ കളങ്കം, എല്ലാവർക്കും മുന്നിലും എനിക്കുണ്ടായ കളങ്കം, അതെനിക്ക് എടുത്തു മാറ്റണം. ഒരു ഫൈനൽ മാച്ച് റിങ്ങി വെച്ച് നീയും ഞാനും തമ്മിൽ, അതിൽ ഞാൻ നിന്നെ അടിക്കുന്നത് ഈ സ്കൂളിലെ എല്ലാ പിള്ളേരും കാണണം. നീ ഇതിന് സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഹങ്യു കത്തിയുമായിട്ട് എന്നെ ആക്രമിക്കാൻ വരുന്ന വീഡിയോ ഞാൻ പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കും, അവന്റെ ജീവിതം ഇല്ലാതാക്കും. ഞാൻ പറയുന്ന അനുസരിക്കുന്നതാണ് നിനക്ക് നല്ലത്. റിങ്ങിൽ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കും. ധൈര്യം സംഭരിച്ചിട്ട് വന്നോന്ന് പറഞ്ഞ് അവൻ ഇറങ്ങിപ്പോവാ. നമ്മുടെ മിസ് ഒന്നും മിണ്ടാതെ തിരിച്ച് സ്റ്റാഫ് റൂമിലേക്ക് വന്ന് ഹങ്യോടെ റിപ്പോർട്ട് നോക്കുമ്പോൾ അവൻ TCക്ക് വേണ്ടി അപ്ലിക്കേഷൻ കൊടുത്തിരിക്കുക. ഇവന്മാരോട് പോരാടി മടുത്തു. ഇനി വേറെ സ്കൂളിലേക്ക് പോകാനാണ് ചെറുക്കൻ തീരുമാനിച്ചിരിക്കുന്നത്. പയ്യൻ ക്ലാസ്സിലേക്ക് വന്നിട്ടുമില്ല. സോ അവന്റെ അഡ്രസ്സ് ചെക്ക് ചെയ്തിട്ട് നമ്മുടെ മിസ് അവന്റെ അഡ്രസ്സിലേക്ക് പോവാ. അപ്പോഴാണ് ആ കിംബാപ്പ് വിറ്റ അമ്മൂമ്മയാണ് ഇവന്റെ അമ്മൂമ്മ എന്നുള്ളത് മിസ് മനസ്സിലാക്കുക. അമ്മൂമ്മേ, നിങ്ങൾ ഇവിടെയാണോ? നിങ്ങളെ കൊച്ചുമോനെ പഠിപ്പിക്കുന്ന ടീച്ചറാ ഞാൻ. നിങ്ങളാണ് അവന്റെ അമ്മൂമ്മ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അവനിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അവൻ ടെറസിലുണ്ടെന്ന് പറയും മുത്തശ്ശി. ഇവനാണെങ്കിൽ എപ്പോഴും പാരപ്പറ്റി കയറി നിൽക്കുക. ഇപ്പം ചാവണോ നാളെ ചാവണോ എന്ന് ആലോചിച്ചിട്ട് നമ്മുടെ സോമിസ് ചെന്നിട്ട് പറയും, ചിഹോ അബദ്ധമൊന്നും കാണിക്കരുത്, നീ ധൈര്യമായിട്ട് നിനക്ക് സംഭവിച്ച എന്നോട് പറഞ്ഞു, എന്റെ സഹായം അഭ്യർത്ഥിച്ചു, പക്ഷെ ഒരു ഭീരുവായി എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല, എന്നോട് പൊറുക്ക്. ഇത് കേട്ട് ഹങ്യു പറയും, അവരിതെല്ലാം തമാശയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നാണ് എന്നോട് പറഞ്ഞത്, അവന്മാരുടെ തമാശ. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. ഇവന്മാര് മുത്തശ്ശി ഉപദ്രവിക്കുന്ന കണ്ടിട്ട് ഹങ്യു ഇടയിൽ കയറി, എന്റെ മുത്തശ്ശിയെ തൊട്ട് കഴിഞ്ഞാൽ കൊന്നുകളയുമിടാന്ന് പറഞ്ഞ് ഇവന്മാരോട് വഴക്കുണ്ടാക്കി. അതിന് ആ പിള്ളേര് ഹങ്യോയെ പൊതിരെ തല്ലാണ് ചെയ്ത്. അവനെ മാത്രമല്ല അവന്റെ മുത്തശ്ശിയെയും അവിടെ വെച്ച് ഉപദ്രവിക്കാൻ നോക്കിയപ്പോൾ ഇവൻ പറയും, എന്റെ മുത്തശ്ശിയെ വെറുതെ വിടോ, അവരെ ഉപദ്രവിക്കണ്ട, നിങ്ങൾ പറയുന്ന എന്തും ഞാൻ ചെയ്യാന്ന്. അങ്ങനെയാണെങ്കിൽ ഇന്നു മുതൽ നീ ഞങ്ങളുടെ അടിമയാണ്, ഞങ്ങൾ പറയുന്ന എല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഉണ്ടാക്കിയ പലഹാരം, റോട്ടി കിടന്ന പലഹാരമെല്ലാം അവനെ കൊണ്ട് തീറ്റിക്കും. നമ്മുടെ KFCയിലെ ചെറുക്കൻ, അവന് പാവം ഇതെല്ലാം കണ്ടു നിൽക്കാനേ പറ്റിയുള്ളൂ. അന്ന് മുതലാണ് ഹങ്യോനെ ടാർഗറ്റ് ചെയ്തവന്മാര് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പ്രസന്റിൽ ടീച്ചർ ഹങ്യോയെ കെട്ടിപ്പിടിച്ചിട്ട് പറയും, നീ തെറ്റൊന്നും ചെയ്തിട്ടില്ല, നീ ശരികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ, അവരെക്കാളും ധൈര്യശാലി നീയാ, നിന്റെ മുത്തശ്ശിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇതിനെല്ലാം
നിന്ന് കൊടുത്തത്. പക്ഷെ അവന്മാര് ഭീരുവാ, നിന്നെ എതിർക്കാൻ ശക്തിയില്ലാത്ത ഭീരുക്കൾ, ആരുടെയൊക്കെയോ പിൻബലം കൊണ്ട് മാത്രം ജീവിച്ച് നടക്കുന്ന കഴിവില്ലാത്ത പിള്ളേർ. നീ അതുപോലെയല്ല, ഉറ്റവർക്ക് വേണ്ടി ധൈര്യമായിട്ട് നിന്ന് ചേർക്കണ. അവരെ ഭയപ്പെടണ്ട, മോൻ എങ്ങോട്ടും പോണ്ട. നിന്റെ ഒരു ടീച്ചറായി ഈ പ്രാവശ്യം ഞാൻ നിന്നെ സംരക്ഷിക്കും. അവനെ നിന്റെ കാലിൽ വീഴ്ത്തി ഞാൻ ക്ഷമ പറയിക്കും, എന്നെ വിശ്വസിക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ടീച്ചർ അവന് കെട്ടിപ്പിടിക്കും. അടുത്തത് 2023 ഹൈസ്കൂൾ ഫെസ്റ്റിവലാണ്. ഈ ഫെസ്റ്റിവലിനാണ് ആ ബുള്ളിച്ചെറുക്കൻ പറഞ്ഞതുപോലെ കാറ്റും ഡെവിളും തമ്മിലുള്ള റിംഗ് ഫൈറ്റ് നടക്കാൻ പോകുന്നു. അതിനുവേണ്ട പോസ്റ്ററൊക്കെ ഒട്ടിച്ചു കഴിഞ്ഞു. ഡീനിനോട് പെർമിഷനും പിള്ളേർ വാങ്ങിച്ചു. അത് ഹൻസു തന്നെയാണ് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ പൂച്ച ഡെവിളിനെ പഞ്ഞി കിടണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് എല്ലാവരും പൂച്ച മാസ്കം വെച്ചിട്ടാണ് നടക്കുക. അങ്ങനെ ഫെസ്റ്റിവൽ കൊഴുത്തുകൊണ്ടിരിക്കുന്നു. ഒരു ഭാഗത്ത് ഹൻസു ഫൈറ്റിന് വേണ്ടി റെഡിയാവും, മറ്റേ ഭാഗത്ത് ആരും അറിയാതെ മുഖംമൂടിയും ധരിച്ച് നമ്മുടെ ടീച്ചർ കളത്തിലേക്ക് വരികയാണ്. ആദ്യം റിങ്ങിനകത്തേക്ക് ഓഡിയൻസിന്റെ ആരവത്തോടെ ഹൻസു കയറി കഴിഞ്ഞു. ഇനി എല്ലാവരും കാറ്റ്മാന് വേണ്ടി കാത്തിരിക്കുക. അപ്പോഴാണ് തിരക്കിനിടയിൽ ഇതാണോ ആളെന്ന് ആൾക്കാർ സംശയിക്കുന്ന തരത്തിൽ മുഖംമൂടിയും ഹുഡും ധരിച്ച ഒരാൾ ഈ റിങ്ങിനടുത്തേക്ക് വരാം. അയാൾ റിങ്ങിനകത്തേക്ക് കയറിയ ഉടനെ ആൾക്കാർക്ക് മനസ്സിലായി അതാണ് കാറ്റ്മാൻ എന്ന്. എല്ലാവരും പൂച്ച 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 എന്ന് ആരവമുയർത്താൻ തുടങ്ങും. പൂച്ച കളത്തിൽ കയറിയ ഉടനെ ടിങ് എന്നൊരു മണിശബ്ദം കേൾക്കാം. ഫൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. രണ്ടുപേരും തമ്മിൽ പൊരിഞ്ഞാട്ടി. ആദ്യം കുറച്ച് അടികൾ കാറ്റിനാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കാറ്റ് അടികൊണ്ട് പുറകിലേക്ക് തെറിച്ച് വീഴുമ്പം അവളെ ക്യാപ്പ് ഇട്ട് തലേന്ന് സ്ലിപ്പായി വീഴുന്നു. തലയിലെ നീളമുള്ള മുടി കാണുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാവുക എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ അതൊരു കാറ്റ് മാൻ അല്ല, കാറ്റ് വുമൺ ആണ്. വീണ്ടും അടി ആരംഭിച്ചു. ഇപ്രാവശ്യവും കാറ്റിന് തന്നെയാണ് അടിയിട്ടുന്നത്. ഹൻസു ഹീറോയിനെ നിലത്തേക്ക് ഇടിച്ചിട്ടിട്ട് അവളെ മാസ്കി പിടിച്ചിട്ട് പറയും, നിനക്ക് ധൈര്യമുണ്ടോടി എല്ലാവരെയും നിന്റെ മുഖം കാണിക്കാൻ? നിനക്ക് ധൈര്യം ഉണ്ടാവില്ല. ഈ മുഖം കാണിച്ച് നിനക്ക് ജീവിക്കാൻ പറ്റില്ല. മുഖം മൂടി മാറ്റാതെ തന്നെ ഞാൻ നിന്നെ കൊന്നു കാണിക്കാന്ന് പറഞ്ഞിട്ട് ഇവൻ വീണ്ടും ഫൈറ്റിന് തയ്യാറാവുന്നു. അപ്പ പെണ്ണ് ചാടി തിരിഞ്ഞ് പണ്ട് റാൻഡി ഓട്ടൺ WWE റാൻഡി ഓട്ടൺ കാലി പിടിച്ചൊരു ലോക്ക് ചെയ്യുന്നുണ്ട്. ആ ലോക്കിടും. ചെറുകൻ അനങ്ങാൻ പറ്റില്ല. അവൻ കിടന്ന് വിറച്ചെഴുന്നേൽക്കുമ്പം ഓടി ചെന്ന് റിങ്ങി ചവിട്ടി കയറി മോന്തയ്ക്ക് വലിച്ചൊരു ചവിട്ട. പിന്നെ ഒരു റേ മിസ്റ്റീരിയോ കിക്കും കൂടെ ഉണ്ട്. ഏതാണ്ട് ചെറുക്കൻ്റെ പരിപ്പളകി. അത് കഴിയുമ്പം പെണ്ണ് തൻ്റെ മുഖംമൂടി വലിച്ചൂരും. എല്ലാവരും കാണുക. കണ്ട പിള്ളേരെല്ലാം ഞെട്ടിപ്പോയി. നമ്മുടെ സോമിസാണോ ഇത്? ടീച്ചർ സ്റ്റൈലായി മുടി കെട്ടിയിട്ട് വീണ്ടും അടിയ. നീ പിള്ളേർക്ക് കൊടുത്തതെല്ലാം ഞാനിപ്പം നിനക്ക് തിരിച്ചു തരുന്നുണ്ടെന്നും പറഞ്ഞ് അടിച്ചടിച്ച് അവൻ്റെ പുറത്ത് കയറിയിരുന്ന് കഴുത്തേ കുരുക്കിട്ട് വലിച്ച് താഴിട്ട് വീണ്ടും അടി. മോന്തയ്ക്കൊരു കിക്കുണ്ട്. അവൻ്റെ പാതി ബോധം പോയി. ചെറുകൻ്റെ അവസ്ഥ വഷളാവാൻ തുടങ്ങി. ഇത് മാനേജ്മെന്റിന് അറിഞ്ഞാൽ സ്കൂളിന് കുഴപ്പമാവെന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പാൾ അടി നിർത്താൻ പറയും. അങ്ങനെ നിർത്താൻ പറ്റില്ലല്ലോ. അവസാനമായിട്ട് ഒരു ചവിട്ടും കൂടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഇവളെ ചവിട്ടി അവനെ തെറിപ്പിക്കുക ഹങ്യോന്റെ മുന്നിലേക്ക്. എന്നിട്ട് ചെന്ന് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് ഹങ്യോയോട് മാപ്പ് പറയാൻ പറയും. അപ്പൊ ഹങ്യോ, ഇനി നീ എന്നോട് മാപ്പ് പറയേണ്ട ആവശ്യമില്ല. കാരണം നീ ഈ കുട്ടികളുടെ മുന്നിൽ തോറ്റവനാ. ഇനി ആരും നിനക്ക് മര്യാദ തരാൻ പോകുന്നില്ല. നിന്റെ മാപ്പ് എനിക്ക് വേണ്ട. ഇനി നിനക്കിവിടെ വിലയില്ല എന്നും പറഞ്ഞിട്ട് അവൻ തിരിഞ്ഞു നോക്കാതെ നടന്നു. ഇവൻ പോയതിന് പുറകെ ദേഷ്യപ്പെട്ട ചെറുക്കൻ പ്ലക്കാർഡുമായിട്ട് വരുന്നുണ്ട്. അവന് നമ്മുടെ പെണ്ണൊരു മാസ്റ്റർ കിക്ക് കൊടുക്കും. ഇതാണ് മണ്ടയടി എന്ന് പറയുന്നത്. അതോടെ അവന്റെ കഥയ്ക്ക് സമാപനമായി. പിറ്റേന്ന് തന്നെ ഹങ്യോയെ വിളിച്ചുകൊണ്ട് പോയി പോലീസ് സ്റ്റേഷനിൽ ടീച്ചർ ഒരു പരാതി കൊടുക്കുന്നുണ്ട് ഈ പിള്ളേർക്കെതിരെ. അതിന് പുറകെ ഹങ്സോന്റെ കൂടെ ഉണ്ടായിരുന്ന തരം കിട്ടിയാൽ പണി കൊടുക്കാൻ വേണ്ടി കാത്തിരുന്ന പെൺകുട്ടിയില്ലേ, അവള് വരും. സ്കൂൾ വയലൻസിന്റെ എല്ലാ വീഡിയോയും എന്റെ കയ്യിലുണ്ട്, അവൻ ഇനി പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഈ പെൺകുട്ടി മുഴുവൻ എവിഡൻസും കൊടുക്കുന്നു. ഉടനെ തന്നെ പോലീസുകാർ ഹങ്സോയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. അന്നത്തെ വലിയ ന്യൂസായി. അതാ നാട്ടിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ചെറുക്കനകത്തായി. ഇപ്പൊ സ്കൂളിലെ കുഴപ്പങ്ങളെല്ലാം സോൾവായി. സമാധാനം മാത്രം. നമ്മുടെ മിസ് വീണ്ടും സ്കൂളിലേക്ക് ഒരു നല്ല ശാന്തതയുള്ള ടീച്ചറായിട്ട് കടന്നു ചെല്ലുന്നു. എന്നാൽ ആവശ്യമെങ്കിൽ ശിക്ഷണം കൊടുക്കാനുള്ള മുഖംമൂടിയും കയ്യിൽ കരുതിയിട്ടുണ്ട്. അവിടെ വെച്ച് ബ്രേവ് സിറ്റിസൺ എന്ന സിനിമ അവസാനിക്കുന്നു. സോ ഗൈസ്, ഈ കഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നതുവരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സുൽട്ടുമാസ്.